ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് അമ്മ ചായ ഇടൽ പരിപാടിയില്ല. എന്ന് രാവിലെ എഴുന്നേറ്റ് ചായ ഇടുന്നത് അമ്മയാണ്. ഞങ്ങളെല്ലാം അവിടെ ഇരിക്കുക. അമ്മ രാവിലെ ചായ ഇടുന്ന പരിപാടിയില്ല. അങ്ങനെ നമ്മളൊരു ചൂട് ചായ കുടിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഡേ തുടങ്ങി. അപ്പോൾ നമ്മളിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുവാണ്. ഒന്നാമത്തെ കാര്യം ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നെല്ലാം കൂടെ ആലോചിക്കുന്നു. പിന്നെ നമ്മുടെ കയ്യിൽ കുഞ്ഞി പെണ്ണുണ്ടായിരുന്നു. കുഞ്ഞി പെണ്ണ് ആകെ വിഷയമായിട്ടിരിക്കുമായിരുന്നു. അങ്ങനെ കുഞ്ഞി പെണ്ണിനെയൊക്കെ ഇച്ചിരി ഒന്ന് കളിപ്പിച്ച് കൂടെ അബിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് എന്നിങ്ങനെയാണ് ഞങ്ങൾ ചായ കുടിച്ച് കുറേ നേരം ഇങ്ങനെ ഇരിക്കും. അങ്ങനെ കുറേ നേരം ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇത് അമ്മ ഇന്ന് തൈര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാലിങ്ങനെ ചൂടാക്കി വെക്കുക. പിന്നെ ഞങ്ങൾ അടുക്കളയിൽ കയറി ഇന്നലെ തന്നെ ആട്ടി വെച്ച മാവൊക്കെ എടുത്ത് കുറച്ചെടുത്തൊരു പാത്രത്തിലോട്ടാക്കി ഉപ്പൊക്കെ ചേർത്ത് വെക്കുക. രാവിലെ തന്നെ ജോലി എന്ന് പറഞ്ഞാൽ അബിക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് മാവൊക്കെ എടുത്ത് അതിനകത്ത് ഉപ്പൊക്കെ ചേർത്ത് ദോശ ഇടാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ട് മാത്രമേ ഇപ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കുന്നുള്ളൂ. അവനൊരു ദോശ ഉണ്ടാക്കി കൊടുത്തിട്ട് ബാക്കിയുള്ള പരിപാടിയിലൊക്കെ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുഞ്ഞിന് രാവിലെ ഇന്ന് നെയ്യ് പുരട്ടിയൊരു ദോശ ഇട്ട് കൊടുക്കും. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയില്ല. ഞാനിങ്ങനെ ദോശ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ താഴെ വന്നിട്ട് എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട്. അമ്മയെ അവനെയും കൂടെ എടുക്കുക, അമ്മ വീഡിയോ എടുക്കുവാണോ, അങ്ങനെ എന്തൊക്കെയോ എന്നോട് ചോദിക്കുന്നുണ്ട്. കുഞ്ഞിന് കൊടുത്തിട്ട് വേണം ഇനി നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ. അങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ തൊഴിലുറപ്പ് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർക്ക് കുറച്ച് നാരങ്ങയൊക്കെ കൊണ്ടുവന്നിട്ട് വെള്ളം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് ഇനി ഇത് കഴിഞ്ഞിട്ട് അവർക്ക് വെള്ളം ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കണം. ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അബിക്ക് കൊടുക്കണം. അതൊരു വലിയ പണിയാണ്. ഈ വീട്ടിലെ ഏറ്റവും വലിയ പണിയാണ് അവനെ കഴിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ അബിക്ക് ദോശ കൊടുക്കാൻ വേണ്ടി പോകും. അപ്പോൾ കുഞ്ഞിന് ദോശയൊക്കെ കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചമ്മന്തി ഉണ്ടാക്കാൻ പോവാം. അതിന് മീന് തേങ്ങ തിരുവുന്നു, ഞാൻ ഉള്ളി പൊളിക്കുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. ഇങ്ങനെ ഓരോ ജോലിയില്ല. അപ്പോൾ ഇതിന് കാര്യമൊക്കെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ജോലിയൊന്നും ചെയ്യുന്നത് അറിയത്തേയില്ല. ഞങ്ങളിങ്ങനെ വീഡിയോ ഓൺ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് അമ്മയെ കാണുന്നതേ ഇല്ല. അമ്മ അവിടെ എന്തൊക്കെയോ പരിപാടിയിലാണ്. അമ്മയാണ് ചോറും ബാക്കി കറികളും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇതാണ്. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി ഞാൻ അടുത്തത് വീണ്ടും ഞാൻ ദോശ ഇടാൻ പോവാണ്. മീന് കറി ഉണ്ടാക്കുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ആ ഒരു പരിപാടിയിൽ ഏർപ്പെട്ടു. നമുക്ക് കഴിച്ചിട്ട് വേണം നാരങ്ങ വെള്ളം ഉണ്ടാക്കി അവിടെ കൊണ്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് ദോശയൊക്കെ ചുട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ദോശയൊക്കെ ചുട്ട് കഴിക്കും. അങ്ങനെ ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദോശയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ മീനു എന്നോട് പറയും, ഇന്ന് ദോശ ചുട്ടാൽ ഒരിക്കലും ശരിയാവത്തില്ല എന്നൊക്കെ എന്നെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുക. സത്യം അതേപോലെ തന്നെ സംഭവിച്ച്. ആദ്യം ചുട്ട ദോശ ഒട്ടും ശരിയായില്ല. തിരിച്ചിട്ടപ്പോൾ തന്നെ അത് മുറിഞ്ഞു പോയി. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ തമാശകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ നമ്മൾ ദോശ ഇട്ടിട്ട് ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. ഇനി കഴിച്ചിട്ട് വേണം നമുക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കുക. അതിന് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ദോശ കഴിക്കുക. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിരുന്ന് ഞങ്ങൾ ദോശ കഴിക്കുന്നു. സാധാരണ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് കഴിക്കാറേ ഇല്ല. എവിടെയെങ്കിലുമൊക്കെ ഇരുന്നാണ് കഴിക്കുന്നത്. ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് ഇവിടെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കുക. അവർ 20 പേരാണുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ പോവുക. നല്ല കട്ടിയുള്ള നാരങ്ങയായിരുന്നു. നമ്മൾ എത്ര പിഴിഞ്ഞിട്ട് അതിനകത്ത് നീര് വരുന്നതേ ഇല്ല. എനിക്ക് തോന്നുന്നത് വെയിലത്തൊക്കെ കിടന്ന് നല്ല വാടി നല്ല കട്ടിയായിപ്പോയി. ഞങ്ങളുടെ മാക്സിമം നല്ല ബലം കൊടുത്തുകൊണ്ട് നല്ല പിഴിഞ്ഞെടുക്കുക. അപ്പം ഞാൻ ഇങ്ങനെ പിഴിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മീന് പറഞ്ഞു, നമുക്കിത് പിഴിഞ്ഞിട്ട് മിക്സിയിൽ പഞ്ചസാര ഇതിൻ്റെ നീരും കൂട്ടി അടിച്ചാൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് കിട്ടുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അമ്മ ബാക്കി വന്ന നാരങ്ങയുടെ തോട് വെച്ചിട്ട് നാരങ്ങയുടെ തോടെടുത്തിട്ട് അമ്മ ഇങ്ങനെ അരിഞ്ഞിട്ട് പറയുന്നു,
അതിനകത്ത് എന്ത് വിനാഗിരിയോ വേറെ എന്തൊക്കെയോ ചേർത്തിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാത്രം കഴുകാനും ബാത്റൂം കഴുകാനും ഒക്കെ ഉപയോഗിക്കാം. നല്ല വൃത്തിയാവും, അതുപോലെ നല്ല മണവുമാണെന്ന് പറഞ്ഞിട്ട് അമ്മ അതിൻ്റെ തോടെടുത്ത് അത് അരിഞ്ഞ് മിക്സിയിൽ അടിക്കാൻ വേണ്ടിയിട്ട് പോവുക. അപ്പോഴത്തേക്ക് മീനും ഒന്നും ഇങ്ങനെ ഐസ് ക്യൂബൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക അതിനകത്ത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ വലിയൊരു ഐസ് കട്ട. അപ്പം ഞാൻ ചോദിച്ചു ഇതെന്തുവാന്ന് ചോദിച്ചപ്പോൾ അവൾ പറയുന്നത് പാത്രത്തിനകത്ത് അങ്ങാണ്ട് വെച്ച് ഫ്രീസറിൽ വെച്ചിരുന്നേ, അങ്ങനെ ഇതായിപ്പോയാൽ. അങ്ങനെ മീൻ പറഞ്ഞത് കേട്ട് അതിൻ്റെ നീരും പഞ്ചസാര എല്ലാം കൂടി എടുത്ത് മിക്സിയിൽ ഇങ്ങനെ അടിക്കുക ഞാൻ. പക്ഷെ സത്യം അത് നല്ല ടേസ്റ്റായിരുന്നു. എന്തോ നാരങ്ങ വെള്ളം കുടിക്കുന്നതിനേക്കാളും വേറൊരു ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ചെയ്തിട്ട് അവർക്ക് കൊടുത്തേ. അങ്ങനെ പഞ്ചസാരയും നാരങ്ങ നീരും കൂടി ഇങ്ങനെ അടിച്ചപ്പോൾ നല്ല കുറുകി വേറൊരു നല്ല വെള്ള കളറിൽ വന്നു. നല്ല കുറുകി നിങ്ങൾക്ക് ഒഴിക്കുന്ന വല്ല മാവൊക്കെ ആട്ടി ഒഴിക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒഴിച്ച് അപ്പം എല്ലാവർക്കും ഞാനിങ്ങനെ മധുരത്തിന് വേണ്ടി കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇച്ചിരി മധുരം കുറവുണ്ടായിരുന്നു ആദ്യം അടിച്ചപ്പോൾ. അങ്ങനെ വീണ്ടും ഇച്ചിരി പഞ്ചസാര ഇട്ട് അടിച്ച് അതിനകത്ത് നമ്മൾ ഇച്ചിരി കസ്കസും കൂടി ഇട്ട്. ഈ നാരങ്ങ വെള്ളത്തിനകത്ത് ഈ കസ്കസ് ഇട്ട് കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. ടേസ്റ്റ് എന്ന് പറയാൻ ടേസ്റ്റ് ഒന്നും ഇല്ല, പക്ഷെ എന്തോ ഒരു പ്രത്യേക ഇതല്ലേ. അങ്ങനെ നമ്മൾ കുറച്ച് കസ്കസൊക്കെ ഇട്ട് അവർക്ക് കൊടുത്ത് അങ്ങനെ നാരങ്ങ വെള്ളമൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ വീണ്ടും ഞാൻ എല്ലാവർക്കും മധുരമൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു. നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ എല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് വേണമല്ലോ കൊടുക്കാൻ. അങ്ങനെ ഞാൻ കുടിച്ചിട്ട് എനിക്ക് എത്ര കൂട്ട് വിധത്തിൽ അമ്മയ്ക്ക് കൊടുത്തു, പിന്നെ മീനുവിന് കൊടുത്തു. അപ്പോൾ എല്ലാവരും ഓക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നാരങ്ങ വെള്ളം സെറ്റായി. അപ്പം നമ്മളെല്ലാവരും കൂടി വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുക. നമ്മളിവിടെ നിന്ന് കുറച്ച് കണ്ട് ആ വളവ് കഴിഞ്ഞ് അവിടെ വരെ ജോലി ചെയ്യുന്നത്. അപ്പം അബി ഞങ്ങളുടെ പുറകെ ഇങ്ങനെ ഓടി ഓടി വരിക. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി നടന്ന് പോയി തൊഴിലുറപ്പ് ചേച്ചിമാർക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഇപ്പോഴാണെങ്കിൽ ഭയങ്കര ചൂടല്ലേ ഇവിടെ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്ത് വെയിലാണ് ഇവിടെ. നോക്കി ഇത്രയും അവിടെ ആണെങ്കിൽ ഒരു ഗ്രൗണ്ട് പോലത്തെ സ്ഥലത്തായിരുന്നു അവർക്ക് ജോലി. ഭയങ്കര ചൂടായിരുന്നു. അപ്പം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ സൈഡിലോട്ടൊക്കെ അവിടെ ഒതുങ്ങിയിരിക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിട്ട് തണൽ ആകെ അത്ര ഭാഗത്ത് മാത്രമേ ഉള്ളൂ തണൽ. അപ്പോൾ ഞങ്ങൾ ഹായ് ഒക്കെ തരാൻ പറഞ്ഞപ്പോൾ എല്ലാവരും ഹായ് ഒക്കെ തരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അവിടെ തളർന്നിരിക്കുക. അങ്ങനെ ഞങ്ങളത് കഴിഞ്ഞപ്പോൾ മൂത്തമ്മ അവിടെ ഉണ്ടായിരുന്നു. മൂത്തമ്മ അവൾക്ക് വീട്ടിൽ നിന്ന് കുറച്ച് കുരുമുളക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്ന് ഞങ്ങളിങ്ങനെ കാര്യം പറഞ്ഞ് ഇങ്ങനെ നടന്ന് പോവുക. അപ്പോൾ അബി ഹായ് ഒക്കെ തരാൻ പറഞ്ഞപ്പോൾ അബി ഹായ് ഒക്കെ തരുന്നുണ്ട്. അബിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ വീഡിയോയിലൊക്കെ വരാൻ വേണ്ടിയിട്ട്. ചിലപ്പോഴിങ്ങനെ വന്ന് നിൽക്കും, ചിലപ്പോൾ ഒട്ടും വരത്തില്ല. സ്വഭാവം ഇത് നമ്മുടെ വീട്ടിലെ തോമാഞ്ചെറിയാണ്. രണ്ടുപേരും ഏത് സമയവും ഇത് അടിയുക. രണ്ടുപേരും തമ്മിൽ ചേരത്തേയില്ല. അവനാണെങ്കിൽ എപ്പോൾ അവളെ കണ്ടാലും ഇങ്ങനെ അടിച്ചടിച്ച് നടക്കണം. അപ്പോൾ രണ്ടുപേരും കൂടി ഭയങ്കര അടിയായിട്ട് നടക്കും അവിടെ. അങ്ങനെ രണ്ടുപേരെ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇനി അടുത്ത അമ്മയുടെ പരിപാടി. ഇത് ഞങ്ങൾ അമ്മ കാണാതെടുക്കുവാണ്. അമ്മ കാണുമ്പോൾ ഇങ്ങനെ അതിശയിച്ചൊക്കെ നോക്കുന്നുണ്ട്. അമ്മയ്ക്കാണെങ്കിൽ ചില സമയത്ത് ഇങ്ങനെ വീട്ടിലോട്ടൊക്കെ വരാൻ ഭയങ്കര മടി. അപ്പം അമ്മ രാവിലെ ചോറും ഒക്കെ റെഡിയാക്കി ഇങ്ങനെ ചക്കയൊക്കെ ഇട്ട് ചക്കയൊക്കെ റെഡി. അപ്പോൾ അടുത്ത പണിയെന്ന് പറയുന്നത് അബിക്ക് ഞാനിങ്ങനെ ഷേക്ക് ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അവന് രാവിലെ എന്നും ഇങ്ങനെ ദോശ കഴിച്ചിട്ട് ഞാനിങ്ങനെ ഒരു ഷേക്ക് അടിച്ച് കൊടുക്കും. ആപ്പിളും എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ ഇട്ട് പിന്നെ നട്ട്സും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ വലിയ പാടാ കുടിക്കുക. എന്നാലും ഞാൻ ഡെയിലി മാക്സിമം കൊടുക്കാൻ നോക്കും. അപ്പം അതിനിടയ്ക്ക് മീനും ആണെങ്കിൽ ചക്കയ്ക്ക് വേണ്ടിയിട്ട് തേങ്ങയൊക്കെ സെറ്റ് ചെയ്ത് അമ്മയ്ക്ക് കൊടുക്കുക. ഷേക്കിനകത്ത് ചേർക്കാൻ വേണ്ടി തലേന്ന് ഞാൻ ഉണക്കമുന്തിരി ഈത്തപ്പഴമെല്ലാം വെള്ളത്തിൽ ഇട്ടതായിരുന്നു കേട്ടോ. അപ്പം അതുമൊക്കെ ഇട്ട് മധുരം ഇടാറില്ല. അപ്പോൾ കുറച്ച് ഞാൻ ബൂസ്റ്റിൻ്റെ പൊടി ശകലം ഇട്ടു, അപ്പോൾ ഒരു മധുരത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ ഷേക്ക് കൊടുക്കണം. അതൊരു പണിയാണ്. ആ പണിയിലോട്ട് ഞാൻ പോവാം. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറുണ്ണാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ കറികളൊക്കെ കൂട്ടി ഞങ്ങൾ രണ്ടുപേരും കൂടെ ചോറൊക്കെ കഴിച്ചു.
അങ്ങനെ അമ്മ അപ്പുറത്തുനിന്ന് കഴിക്കുന്നുണ്ട്. അമ്മ പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇരുന്നോ, ഞാനിവിടെ സൈഡിൽ ഇരുന്നോളാന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെ കുഞ്ഞിന് ചോറ് കഴിച്ചിട്ടുണ്ടപ്പോൾ ഞങ്ങൾ പ്ലാൻ ഇടുക, നമുക്ക് വൈകിട്ട് മന്തി മേടിക്കാൻ പോയാലോ. അപ്പം ചോറ് കഴിഞ്ഞപ്പോൾ നമ്മൾ മന്തിയൊക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പ്ലാനൊക്കെ ഇട്ട് ഞങ്ങൾ ഇരിക്കുക. ഹായ്, നമ്മൾ റെഡി ആയിട്ട് മന്തി മേടിക്കാൻ പോവാണ്. അങ്ങനെ നിങ്ങളോട് ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്ത് മന്തി മേടിക്കാൻ വേണ്ടിയിട്ട് പോവുക. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ രണ്ടും കൂടെ സ്കൂട്ടിയിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ച് പിള്ളേർ രണ്ടും അമ്മയെടുത്ത് ആക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഇറങ്ങി നിൽക്കുക. അപ്പോൾ കുറേ നാളായി ഞാനും മീനും ഇങ്ങനെ പോയിട്ട്. മീൻ ഡെലിവറി ആയി കഴിഞ്ഞിട്ട് ഇപ്പോഴും സ്കൂട്ടിയിലൊക്കെ ഇങ്ങനെ കയറി വരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ ഭയങ്കര എൻജോയ് ചെയ്ത് പോവുക. കുറേ നാളായില്ലേ ഞങ്ങൾ, ഇപ്പോൾ 1.5 വർഷമായെന്ന് തോന്നുന്നു ഞാനും മീനും ഇങ്ങനെ സ്കൂട്ടിയിൽ പോയിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഓയൂർ മന്തി മേടിക്കാൻ വന്ന കട. സ്പൈസി എന്ന് പറഞ്ഞ കടയാണ്. അപ്പോൾ ഇവിടുത്തെ മന്തി ഞങ്ങൾ സ്ഥിരമല്ല വാങ്ങിക്കുന്നത്, വല്ലപ്പോഴൊക്കെ വാങ്ങിക്കും. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. അത് ഞങ്ങൾ ഇവിടെ വന്ന് മന്തിയൊക്കെ ഓർഡർ ചെയ്തിട്ട് അവിടെ ഇരിക്കുക. അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇവിടെ നേരത്തെ ചെന്നാലേ മന്തി കിട്ടത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ മന്തിയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ പോവുക. അപ്പോൾ ഇതാണ് നമ്മൾ മന്തി എന്നൊക്കെ ഞങ്ങളിങ്ങനെ കാണിക്കുക. ഞങ്ങളിങ്ങനെ ഓൺ വോയിസ് കൊടുത്തെടുത്ത, പക്ഷെ ഭയങ്കര സൗണ്ട് കാരണം നമ്മൾ പറയുന്ന ഒന്നും കേൾക്കാൻ വയ്യായിരുന്നു. അങ്ങനെ നമുക്ക് തിരിച്ച് NVP ഹൈപ്പർ മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി. ഫസ്റ്റ് തന്നെ ഞങ്ങൾ പോയത് പാമ്പേഴ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞിന്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ബില്ല് സെക്ഷനിൽ വന്ന് ബില്ലൊക്കെ അടിച്ച് തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വണ്ടിയൊക്കെ എടുത്ത് പോവുക. ഇപ്പോൾ ഒരു 6:15 ആയതേ ഉള്ളൂ, പക്ഷെ നേരത്തെ ഇരുട്ടുന്നതുകൊണ്ട് നല്ല ഇരുട്ടായി. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. കുറച്ച് ദൂരമേ ഉള്ളായിരുന്നു, നമ്മൾ പെട്ടെന്ന് തന്നെ വീടെത്തി. ഇപ്പം ഇത്ര ഇരുട്ടായാൽ തന്നെ നമുക്ക് പേടിയാവും കേട്ടോ. ഇവിടെയൊക്കെ ഭയങ്കര പന്നി ശല്യമെന്ന് എല്ലാവരും പറയുന്നു, പക്ഷെ ഞങ്ങൾ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ ഞങ്ങളിങ്ങനെ പന്നിയുടെ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവുക. മുമ്പിലെങ്ങാനും പെട്ടാൽ എന്ത് ചെയ്യുമെന്ന്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് വീട്ടിലേക്ക് എത്തി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് മന്തിയൊക്കെ കഴിച്ച് സുഖമായി കിടന്നുറങ്ങി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.